ശരിക്കും ഞാനിതൊരു സില്ലായിട്ട് എടുക്കുന്നില്ല, സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ. ഇവർ രണ്ടാളും ടിൻസോ എന്ന് വെച്ചിട്ട് കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. സംഭവം ടിൻസൊന്നുമല്ല, 1 മാസത്തെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് ഉണ്ടായ സംഭവം നിങ്ങൾ നേരത്തെ CCTV കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോൾ രണ്ടാൾ എപ്പോൾ അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ എപ്പോൾ അടിയും പ്രശ്നവും അത് വലിച്ചിട്ട് ഇതാക്കണ്ട, വെറുതെ ഇരിക്കില്ല. പിന്നെ പക്ഷെ പുറത്ത് പോകുന്ന കാര്യത്തിൽ, പുറത്തിറക്കി കഴിഞ്ഞാൽ രണ്ടാളും ഒന്നിച്ച് പോകുന്ന കാര്യത്തിൽ രണ്ടാളും ഒറ്റക്കെട്ടാണ്. പ്രത്യേകിച്ച് ചെരുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നേരെ കഴിഞ്ഞിട്ട് പായുന്ന റോട്ടിലേക്ക്. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയത്. സാധാരണ ഈ കളത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തലില്ല. 3 ആളെയും തിളക്കണം, കുറച്ച് പണിയാണ്. കണ്ട ഇപ്പോൾ അടിയാന്ന്. അതാ വെറുതെ വന്നിട്ട് കൊട്ടും. ഇല്ല 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 ഏടെ അടി കൊണ്ടാലും ഇവിടെ തടയും ചെയ്യും. ഇങ്ങോട്ടോടാ ജഗജില്ലാന്നത് എന്തിനു തച്ചിന് നീ? ഇന്ന് നേരത്തെ CCTVയിൽ കണ്ട കണക്കെ ശ്രദ്ധിക്കാതിരുന്നൊന്നല്ല കേട്ടോ. അതായത് ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്, ഞാൻ ഉറങ്ങുന്നുണ്ടായിന്, സുനു നാം നോക്കുന്നുണ്ടായത്. സുനു പോകുന്ന സമയത്ത് ഇവർക്ക് ചെരുപ്പിട്ട് കൊടുത്തിന്. എന്തേ ആ വീഡിയോ എടുക്കുന്ന ഹായാക്കിയ ഹായാക്ക് ഈ ചെരുപ്പിട്ട് കൊടുത്തിട്ടാകുമ്പോൾ എന്താക്കി, ഓള് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താക്കി, രണ്ടാളും കൂച്ചായിട്ട് പോയി. അതുവരെ അടിയുണ്ട അയാൾ രണ്ടാൾ ടാറ്റാക്കി അതുവരെ അടിയും പൊടിയുണ്ട അയാൾ രണ്ടാൾ കിഞ്ഞിട്ട് പോയി. ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും. പോയിട്ട് ഒരു 5 മിനിറ്റോളം അവിടുത്തെ റോഡ് ബ്ലോക്കാക്കി എന്ന് പറഞ്ഞെങ്കിൽ അപ്പുറത്തെ വരുന്ന വണ്ടി ഇപ്പുറത്തെ വരുന്ന വണ്ടിയും സാധാരണ നല്ല സ്പീഡ് ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞിനെ കണ്ടുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് പറഞ്ഞില്ല, വണ്ടി അവിടെ നിന്ന് അപ്പുറത്ത് ഇപ്പുറത്തുള്ള വണ്ടി നിന്നിട്ട് വേക്കിൽ വണ്ടി ഇവള് നട റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഇതുവാ കുരുത്തക്കടില്ല എന്നെല്ലാം പറഞ്ഞല്ലേ, നട റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു, മറ്റവന് വിളിക്കുന്നു. ആ സമയത്ത് സുനുവിൻ്റെ ഒരു ഓട്ടം ഉണ്ട്. ആ ഓട്ടം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. ശരിക്കും എനിക്ക് കമൻ്റ് ഇട്ടിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നതിനുണ്ട്. 1 മിനിറ്റേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടാകുമ്പോണ്ടായ സംഭവമാണ് ഇത്. പക്ഷെ എന്നാലും നമ്മൾ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം. ഇത് അറിഞ്ഞെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും ബാക്കിയുള്ള ആൾ കലമ്പ് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതാണ്ട ചെരുപ്പിടാൻ പറയുന്നുണ്ടാ, ഈ ചെരുപ്പിട്ട് കൊടുത്താൽ ഓൻ പോവും. അതാണ് പ്രശ്നം. അപ്പം ഈ 3 ആളെ നോക്കണമെങ്കിൽ 300 കണ്ണു വേണം. പിന്നെ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോകുന്നില്ല കാര്യം എനിക്ക് തോന്നുന്നു. മറ്റേച്ചാൽ രണ്ടാൾ എപ്പോൾ അടിയും പിടിയാന്ന്. പക്ഷെ നമുക്ക് ഈ കളത്തുനിന്ന് കളിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കാണെങ്കിൽ പുറത്തൊരു ഗേറ്റ് ആക്കാനുള്ളൊരു സെറ്റപ്പില്ല. അതാണ് മെയിൻ വിഷയം. ഗേറ്റ് ആക്കാൻ കഴിയുന്നൊരു സെറ്റപ്പില്ല. ഗേറ്റ് ആക്കുന്നതിന് ആക്കേനും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടക്കാണ് ഇവിടെ ക്യാമറ വെച്ചത്. ക്യാമറ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആ ക്യാമറ വെച്ചതിന് ശേഷമാണ് കുറച്ചും കൂടെ വിരൽ കുടുങ്ങി. ക്യാമറ വെച്ചുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അഥവാ പുറത്താണെങ്കിൽ, ഇപ്പം പുറത്ത് അനിയനെല്ലാം പുറത്താണ്, അവരും ഇടക്കിടക്ക് നോക്കും അവിടെ ഇല്ലത് ആര് വന്നിട്ടുണ്ടോയെന്നെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂർഡും കൂടെ ആണ് കേട്ടോ. ഞാനിത് ക്യാമറേൻ്റെ പരസ്യത്തിന് പറയുന്നതല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്. ക്യാമറ ഇതാ മുകളിൽ കാണുന്നുണ്ടാവും. ഒന്ന് അതിലേക്ക് ഫോക്കസ് എടുത്ത് 3 സൈഡിലേക്കും ക്യാമറയുണ്ട്. ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും, ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ നടക്കുകയെന്നുള്ളത്. അപ്പോൾ ക്യാമറ റോഡിൻ്റെ അടുത്തും കൂടി വെക്കേണ്ടി വരും. അത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചെരുപ്പന്തരം ഇങ്ങനെ ഈരട് പിന്നെ അതാണ് സംഭവം. അപ്പം എന്തോ പടച്ചവൻ്റെ ഭാഗ്യം കൊണ്ട് ഇന്നൊന്നും സംഭവിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇനി സംഭവിക്കണമായിരുന്നു എന്നല്ല പറഞ്ഞത്, സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. സുനുവിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടുമില്ല. സുനു ഇപ്പോൾ ആ ഞെട്ടൽ തന്നെ ഉണ്ട് അത്ര. കാരണം റോഡിൻ്റെ നടുക്ക് എന്ത് സംഭവിക്കേണ്ടതാ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മളെ മുമ്പ് തന്നെ പായുന്നതാ. ഇതിപ്പോൾ അവിടെ അപ്പുറത്തെ താരനെ ഉണ്ടായിട്ട് താരനാൻ്റെ അടുത്തേക്ക് വന്നു ഇല്ല. അതാ താരനാൻ്റെ അടുത്ത് എന്തോ മേടിച്ചിട്ട് വരുന്നുണ്ട്. മറ്റവനും പോകുന്നത് അതിൻ്റെ ബാക്കിൽ തന്നെ. മൂക്കുട്ടി എടുത്തറ അൻസേ. ഒന്നാമതാണ് കീച്ചലാണ്. ആ കീച്ചെല്ലാം അടിച്ച് പോന്ന്, ബ്രേക്ക് കിട്ടൂല കീച്ചല്ലേ പോകുമ്പോൾ. പിന്നെ എന്തിനു നീ പോന്ന്? അത് നോക്കിയാ കളിക്കുന്നത് പേരക്ക എന്തുന്നത്
മാങ്ങയാ മാങ്ങ വെച്ചിട്ട് ഡുണ്ടുമണി. ആ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാന്നല്ല പറഞ്ഞത്, നമ്മന്നെ ശ്രദ്ധിക്കാന്നല്ല പറഞ്ഞത്. സംഭവം ഓളെ ഒച്ച നാട് കിട്ടില്ല, മൈക്കൻ്റെ വീട് ആയതുകൊണ്ട് ഒച്ചെല്ലാം വീടായിരിക്കും കിട്ടില്ല കേട്ടോ. എന്തിയാ വണ്ടിക്ക് ചെരുപ്പിട്ടില്ലേ? അപ്പോൾ ശരിക്കും പൊറപ്പിക്കാൻ നല്ല പണിയുണ്ട് കേസ്. പിന്നെ അപ്പം വേണ്ടേ ഊര ചെരുപ്പ് ഊര, അത് ഊര. ഇവർ ടിൻസല്ല കേട്ടോ, കുറേ ആൾ ടിൻസെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 1 മാസത്തെ വ്യത്യാസമുണ്ട്. ഇത് പങ്ങളും ഇഞ്ഞാന്ന്, പിന്നെ ദുവാനെ എൻ്റെ മോളാണ്. പിന്നെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തൊരു കമൻറ്റെങ്കിലും ഇട്ടുതരണം കേട്ടോ, ഒരു ലൈക്കെങ്കിലും. ഈനിടണം എന്നല്ല ഞാൻ പറയുന്നത്, നോർമലി വീഡിയോ കാണുന്നൊരു ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും ഇട്ടുതരണം. ആകെ കുറച്ച് ആൾക്കാരെ കാണുന്നില്ല, അവരൊന്നും ഇട്ടുതരണം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.